2025 ബിടെക് ലെറ്റ് നോട്ടിഫിക്കേഷൻ ഇതാ വന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞു, ഇനി ബിടെക് എന്നത് ഒരു സ്വപ്നമായി കാണുന്ന വിദ്യാർത്ഥികളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് നോക്കിയേ ഏപ്രിൽ 10 മുതൽ മെയ് 20 വരെയാണ് നമുക്കിതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ദിവസങ്ങൾ വരുന്നത്. അപ്പോൾ അവസാന ദിവസം എന്ന് പറയുന്നത് മെയ് 20 ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനൊരു അപേക്ഷയ്ക്ക് നമുക്കൊരു ഫീസ് വരുന്നുണ്ട്. ഫീസ് എന്ന് പറയുന്നത് 1100 രൂപ ജനറൽ കാൻഡിഡേറ്റ്സിനും 550 രൂപ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. നമുക്കറിയാം lbscenter.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യേണ്ടത്. പ്യുവർലി ഓൺലൈൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ളതും കൂടെ ഓർത്ത് വെക്കുക. കൂടാതെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന് ആവശ്യമായിട്ട് വരുന്ന യോഗ്യതകളിൽ വരുന്നത് ആദ്യത്തെ നേറ്റിവിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അറിയാം ഇന്ത്യൻ പൗരത്വമുള്ള ആർക്കും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ നോക്കി അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ തന്നെ നോക്കിയേ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുക, നമുക്ക് അതിൻ്റെ നോക്കിയാൽ കേരളത്തിലുള്ള സംവരണം അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാവുന്നത് നോക്കിയേ കേരളത്തിലെ സ്റ്റേറ്റ് മെറിറ്ററികളിലേക്കും മാനേജ്മെന്റ് കോട്ട സീറ്റുകൾക്ക് മാത്രമായിരിക്കും നോക്കിയേ നോൺ കേരളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പരിഗണിക്കുന്നുണ്ടാവുക എന്നുള്ളതും ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നമുക്ക് അറിയുന്നതാണ്. നോക്കിയേ 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം, ദാറ്റ് മീൻസ് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക് ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ആ രീതി നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓർത്തിരിക്കേണ്ട കാര്യം AICTE നിന്ന് AICTE അംഗീകാരമുള്ള കോളേജിൽ നിന്നായിരിക്കണം നമുക്ക് എന്ത് കിട്ടേണ്ടത്, ഈ ഒരു പ്രസ്തുത നമുക്ക് ആ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ കിട്ടേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൂടാതെ നമുക്കറിയാം 3 വർഷം ഡിവോക്ക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. കൂടാതെ വരുന്ന ക്വാളിഫിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ഇതിനെ വായിച്ച് നോക്കാം. നമുക്കറിയാം ഇതിന്റെ വയസ്സ് ഏജ് റിലാക്സേഷൻ വരുന്നത് ഉയർന്ന പ്രായപരിധി ഇതിനില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. കൂടാതെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, 18 വയസ്സ് മിനിമം ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ദാറ്റ് മീൻസ് 31/12/2025 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. നമുക്കറിയാം ഇതിന്റെ പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് 120 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 120 ചോദ്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്നത് 120 മിനിറ്റ് ആണെന്നതും ഓർത്തിരിക്കുക. 2 മണിക്കൂർ 120 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നമുക്കറിയാം അവിടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു ഘടകമായിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 120 ക്വസ്റ്റ്യൻസ് 120 മാർക്ക് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് എന്ന രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഈ ഒരു എക്സാമിന് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം മുതലാണ് തോന്നുന്നു ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ആ രീതി തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെക്ടസ് കിട്ടുന്നുണ്ടാവുക www.lbscenter.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റിൽ കൂടെ തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമ്മൾ ആ ഒരു 4 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരിക. അതിൽ തന്നെ നമുക്ക് കുറേയധികം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എന്താണെന്നും ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടും വെബിനാർ ആയിട്ടും ഒക്കെ നമ്മളെ സൈലം ടെക്നിക്കലിലെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ തെറ്റുകൾ വരുത്താതെ ചെയ്യാനായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ടത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതൊരു നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശന ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സെന്ററുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ എക്സാം സെന്ററുകൾ എല്ലാ ജില്ലകളിലും മിനിമം ഒരെണ്ണം എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. അപ്പോൾ 120 ക്വസ്റ്റ്യൻ ആണ്, 120 മാർക്കാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാം ആണ് എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഏപ്രിൽ 10 മുതലാണ്, മെയ് 20 വരെ ആയിരിക്കും എക്സാം. നമുക്ക് ഇതിനെ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവസാന ദിവസങ്ങളിലേക്കൊന്നും മാറ്റി വെക്കാതെ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വരുന്നത്, ആ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടാനായിട്ട് സമയം ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്നും ഏത് രീതിയിലാണ് ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1100 രൂപയാണ് നമുക്കിവിടെ അപേക്ഷാ ഫീസ്. ജനറൽ കാൻഡിഡേറ്റ്സ് വരുന്നത് 550 രൂപ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം. ഈ കാര്യങ്ങൾ ഓർത്ത് മനസ്സിലാക്കി സെറ്റാക്കിക്കോളാം. അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് അറിയേണ്ടത് നമുക്കറിയാം ഈ ഒരു
നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് ഒരു ഇൻറ്റൻസീവ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ സെറ്റാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സൈലം ടെക്നിക്കലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ 24 മുതലാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ സൈലത്തിൻ്റെ ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പ്യുവർലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള എക്സാം പ്രാക്ടീസോട് കൂടി നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം, ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സെറ്റാക്കി നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ആ രീതിയിലുള്ള ഒരു കോഴ്സായിരിക്കും നമ്മളിവിടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതുവരെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ആ ഒരു രീതി നമുക്ക് റിവൈസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ക്രാഷ് കോഴ്സ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ റാങ്കിലേക്ക് ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക, നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് നമുക്കറിയാം, ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിൽ നിന്ന് നമുക്കൊരു ഡിപ്ലോമ കിട്ടിയാലും നോക്കി അത് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ട്, ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ഇനി സിവിൽ പഠിച്ചൊരു ഡിപ്ലോമക്കാരനാണെങ്കിൽ ഇനി മെക്കാനിക്കലാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള, ബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് ഈ ഒരു നോക്കിയ ലെറ്റിന്റെ എക്സാമിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നല്ല റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് രീതിയിൽ എന്ത് കിട്ടുന്നുണ്ടാവുക, അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ നമ്മളെ മുന്നിലുണ്ട്. ആ കോമ്പറ്റീഷൻ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു തന്നിട്ടുള്ളത് നോക്കി ഏപ്രിൽ 24 മുതൽ നമ്മുടെ നോക്കി അടിപൊളിയായിട്ട് നിങ്ങളെ കൃത്യമായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ ഫീസ് വരുന്നത് 3,999 മാത്രമാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ അഫോർഡബിൾ ആയിട്ട് രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീസിൽ പഠിപ്പിക്കുന്നത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ആ രീതിയിൽ അത് കാര്യം ഓർത്തിരിക്കുക. ഇനി ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സ് നമുക്ക് ഓൾറെഡി റണ്ണിങ് ആണ്, എല്ലാവർക്കും അറിയാം. കുറേ ആൾക്കാർ അതിൽ കോഴ്സിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളിൽ കൃത്യമായ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കും റിവൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കി 1,999 മാത്രമാണ് ഇതിനൊരു ഫീസ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 1,999 മാത്രമാണ്. അപ്പോൾ ഇൻറ്റൻസീവ് ആയിട്ട് രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് ആ ഒരു പ്രസ്തുതമായിട്ടുള്ള ആ സബ്ജക്റ്റിൽ നിന്ന് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ലെറ്റിന് സിലബസ് വരുമ്പോൾ നമുക്കവിടെ മെക്കാനിക്കലിൻ്റെയും അതുപോലെ തന്നെ സിവിലിൻ്റെയും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, ഇംഗ്ലീഷും എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ആ രീതിയിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെങ്കിൽ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല, നേരെ സൈലം ടെക്നിക്കലിൻ്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്തോളാം. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ എന്തായിരുന്നു, ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 20 മെയ് 20 വരെയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ടേക്ക് ഉത്സവ കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷു ആയിട്ടും ഈസ്റ്റർ ആയിട്ടൊക്കെ നമ്മൾ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു സമ്മാനം എന്ന രീതിയിൽ നമ്മളെ സൈലത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു 10% ഓഫർ നമ്മൾ എല്ലാ കോഴ്സുകളും തരുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള നമ്മളെ കോഴ്സിലും അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 10% ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഫസ്റ്റ് 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ഫസ്റ്റ് 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഈ ഒരു ഓഫർ ഉണ്ടാവുക ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 21 വരെയാണെന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ ഏപ്രിൽ 14 മുതൽ 21 വരെ മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക. അപ്പോൾ മാക്സിമം ഈ ചാൻസ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു വാട്സപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെയും അംഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കിയാൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ആ ഒരു ചാനലിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യേണ്ടതൊക്കെ മനസ്സിലാക്കാൻ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുവരെയും നമുക്ക് ഈ കോഴ്സ് എടുത്തിട്ടില്ല, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇനി കിട്ടുന്ന ഒരു മാസ സമയമുണ്ട് അല്ലേ, ഈ ഒരു മാസ സമയം കൊണ്ട് എങ്ങനെ നിങ്ങളെ സെറ്റ് ആക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ രീതി നിങ്ങളെ സെറ്റാക്കി നല്ല റാങ്കിലേക്ക് എത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങളെ ബിടെക് എന്ന സ്വപ്നം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുവരെയും ഓഫർ കൃത്യമായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് പർച്ചേസ് ചെയ്ത് കാര്യങ്ങൾ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.